ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൽക്കാലം തിരുവനന്തപുരത്തിന് ഒരു ചെറിയ യാത്ര പറഞ്ഞുകൊണ്ട് ഞാനിന്ന് പോകുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാടായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലേക്കാണ് കേട്ടോ. കുറച്ച് ആവശ്യങ്ങൾക്കായിട്ടാണ് ഇന്ന് യാത്ര. അമ്മയുണ്ട് കൂടെ, അമ്മയും പിള്ളേരും ഞാനുമാണ് പോകുന്നത് കേട്ടോ. അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് വന്നതാണ് രാവിലെ. അപ്പം ഞങ്ങൾ വൈകിട്ടത്തെ ജനശതാബ്ദിക്കാണ് കേട്ടോ പോകുന്നത്. ട്രെയിൻ അത്യാവശ്യം ഫുള്ളായിരുന്നു, എങ്കിൽ പോലും ട്രെയിൻ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റൊക്കെ കൺഫേം ആയിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്കായാലും അത്യാവശ്യം സാധനങ്ങൾ കയ്യിലെടുത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ വന്ന കടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, ഐസ്ക്രീം അങ്ങനെയെല്ലാം വാങ്ങിച്ചു. അമ്മയും തച്ചു നല്ല സുഖം ഉറക്കമായി. പക്ഷേ രുക്ക് ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അവൾ പക്ഷേ യാത്ര ഒരുപാട് ആസ്വദിക്കുകയുണ്ടായി. യാത്രകൾ എന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ എനിക്കൊരു ചെറിയ കൂട്ടായിട്ട് രുക്കുവിനെയും കൂടെ കിട്ടി കേട്ടോ. അങ്ങനെ തച്ചൂട്ടൻ കുറേ നേരം അമ്മയുടെ കിടന്നുറങ്ങി. അതിനുശേഷം ഞങ്ങൾ പിന്നെ ടേബിളിൽ കിടത്തി. അപ്പോഴാണ് ഒരു ബുക്ക് കൊണ്ടൊരു ആങ്കിൾ വന്നു കേട്ടോ. സ്ഥിരം ട്രെയിനിൽ പോകുമ്പോൾ സാധാരണ വായിക്കുന്ന ബുക്ക് കിട്ടാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കളറിംഗ് ബുക്ക് കണ്ടപ്പോൾ തച്ചുന് ഓർത്തു. അങ്ങനെ തച്ചുന് വേണ്ടി അത് വാങ്ങി. സ്പൈഡർമാനൊക്കെയാണ് അവന് ഇഷ്ടം. ഞാൻ വാങ്ങിയപ്പോൾ നല്ലൊരു ഫ്രെയിം കിട്ടി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലമായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലേക്ക് സ്റ്റേഷനിലേക്ക് വണ്ടി അടുത്തു കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ്. പക്ഷേ ആദ്യം ഞാൻ പോകുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ വൈബ്രൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം കഫേ വിഹാരത്തിലേക്കാണ് കേട്ടോ. ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിലാണ് ഈ ഷോപ്പുള്ളത്. വരാത്തവർ ഉറപ്പായിട്ടും വന്നൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ അവർക്ക് കംഫർട്ട് സോണിൽ അവരെത്തി. എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ഒരുപാട് കംഫർട്ടാണ്. അങ്ങനെ അവിടെ എത്തി. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.